സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിച്ചു. 3031 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,17,497 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. കോട്ടയം ജില്ലയിൽ 17,271 പേരാണ് പരീക്ഷാ ഹാളിലെത്തിയത്. പ്രാർത്ഥനകളോടെ ജീവിതത്തിലെ വഴിത്തിരിവാകുന്ന പൊതുപരീക്ഷ എഴുതാനെത്തിയ കുട്ടികൾക്ക് ആദ്യ ദിനത്തിലെ ഭാഷാ പരീക്ഷ പൊതുവെ എളുപ്പമായിരുന്നു. ഏറെ പ്രതീക്ഷകളോടെയും ഒപ്പം ആശങ്കകളോടെയുമാണ് SSLC പരീക്ഷയുടെ ആദ്യ ദിനത്തിൽ കുട്ടികൾ പരീക്ഷ എഴുതാനെത്തിയത്. പരീക്ഷയിലെ മികവ് തുടർ പഠനത്തെ ബാധിക്കുമെന്ന തിരിച്ചറിവോടെ പാഠഭാഗങ്ങൾ ഹൃദിസ്ഥമാക്കി കുട്ടികൾ പരീക്ഷാ കേന്ദ്രങ്ങളിലെത്തി. ഈ വർഷത്തെ SSLC പരീക്ഷ ഇന്ന് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ മോഡൽ പരീക്ഷ ഒരുവിധം എളുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഈ SSLC പരീക്ഷയും എളുപ്പമാകും എന്നാണ് വിചാരിക്കുന്നത്. കുട്ടികളെല്ലാവരും തിരക്കിലാണ്. മലയാളം, സംസ്കൃതം ആണ് ഇന്ന് പരീക്ഷ നടക്കുന്നത്. എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്ന തിരക്കിലാണ്. ആശങ്കയകറ്റാനും ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാനുമായി പ്രാർത്ഥനകൾക്ക് ശേഷമാണ് കുട്ടികൾ പരീക്ഷാ ഹാളിലേക്ക് കയറിയത്. ആദ്യ ദിനത്തിലെ മലയാളം പരീക്ഷയ്ക്ക് ഒത്തിരി എഴുതാനുള്ളപ്പോൾ അവസാന നിമിഷം സുഗമമായ എഴുത്ത് ഉറപ്പിക്കാൻ പേന ഒന്നുകൂടി പരിശോധിച്ച് കുട്ടികൾ പരീക്ഷാ ഹാളിലിരുന്നു. ചോദ്യപേപ്പർ വായിച്ച് കൂളിംഗ് ടൈം കഴിഞ്ഞ് പരീക്ഷ എഴുതി തുടങ്ങിയപ്പോൾ ആദ്യ ദിവസത്തെ ഭാഷാ പരീക്ഷ പൊതുവെ എളുപ്പമായിരുന്നത് കുട്ടികൾക്ക് ആശ്വാസമായി. സംസ്ഥാനത്ത് 4,17,497 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. 3031 പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. കോട്ടയം ജില്ലയിൽ 17,271 കുട്ടികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. 8,752 ആൺകുട്ടികളും 8,519 പെൺകുട്ടികളുമാണ് പരീക്ഷാ ഹാളിലെത്തിയത്. കോട്ടയം വിദ്യാഭ്യാസ ജില്ലയിൽ 6,844 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. കോട്ടയം മൗണ്ട് കാർമൽ ഗേൾസ് ഹൈസ്കൂളിൽ 331 കുട്ടികൾ പരീക്ഷ എഴുതാനെത്തി. കാട്ടാമ്പാക്ക് NSS സ്കൂളിൽ ഒരു കുട്ടി മാത്രമാണ് പരീക്ഷ എഴുതുന്നത്. ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന സർക്കാർ സ്കൂൾ തലയോലപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളാണ്. 3 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത്. പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ 2,831 കുട്ടികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. പാലാ സെൻറ് മേരീസ് സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്. 209 കുട്ടികളാണ് ഇവിടെ പരീക്ഷയ്ക്കെത്തിയത്. പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതുന്നത് ഏറ്റുമാനൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. ഇവിടെ 4 വിദ്യാർത്ഥികളാണ് പരീക്ഷയ്ക്കെത്തുന്നത്. പരീക്ഷാ കേന്ദ്രങ്ങളിലെ പരിശോധനയ്ക്കായി സർക്കാർ സെക്രട്ടേറിയറ്റ് തലത്തിലും റവന്യൂ ജില്ലാ വിദ്യാഭ്യാസ ജില്ലാ തലത്തിലും പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരീക്ഷ നടത്തിപ്പ് സുഗമമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.